നമസ്കാരം. കേരളം ഭരണരംഗം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ റിവിഷൻ ക്ലാസ് ആണ്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന 5 ക്ലാസ്സുകൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം. ഇനി ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ റിവിഷൻ ക്ലാസ് കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പ്രയോജനം ലഭിക്കത്തുള്ളൂ. ഞാൻ പ്രതിൻ വി പോത്തൻ. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ സർക്കാർ സംവിധാനം ചലനാത്മകമാക്കുന്നത് ആരിലൂടെയാണ്? അത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ സർക്കാർ സംവിധാനം ചലനാത്മകം ആക്കുന്നത് അല്ലെങ്കിൽ ആകുന്നത് ആരിലൂടെ എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ള പദത്തിന്റെ ഇംഗ്ലീഷാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ആ ബ്യൂറോക്രസി എന്നുള്ള പദം വരുന്നത് ഏതു ഭാഷയിൽ നിന്നായിരിക്കും? അത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. ബ്യൂറോക്രസി എന്നുള്ള പദം വരുന്നത് ഏതു ഭാഷയിൽ നിന്നാണ്? ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതാണെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർത്തിരിക്കേണ്ട മറ്റൊരു പദമാണ് പൊതുഭരണം എന്ന് പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദം വരുന്നത് ഏതു ഭാഷയിൽ നിന്നായിരിക്കും? അത് ലാറ്റിൻ ഭാഷയിൽ നിന്നെന്ന കാര്യം ഓർത്തിരിക്കുക. തെറ്റിപ്പോകരുത്. പൊതുഭരണം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ലാറ്റിൻ ഭാഷയിൽ നിന്നും, ഉദ്യോഗസ്ഥ വൃന്ദം ബ്യൂറോക്രസി എന്നുള്ള പദം വരുന്നത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നെന്ന കാര്യം ഓർത്തിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്റെ സവിശേഷത എന്തായിരിക്കും? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത എന്തായിരിക്കും? നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അതിൽ വരുന്ന ഒന്നാണ് ശ്രേണീപരമായിട്ടുള്ള സംഘാടനം എന്ന് പറയുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും അതിന് താഴെ വരുന്ന ഉദ്യോഗസ്ഥരും. മറ്റൊന്നാണ് വൈദഗ്ധ്യം എന്ന് പറയുന്നത്, യോഗ്യത, സ്ഥിരത, രാഷ്ട്രീയ നിഷ്പക്ഷത. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സവിശേഷത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത എന്ന് പറയുന്നതാണ് ശ്രേണീപരമായിട്ടുള്ള സംഘാടനം, വൈദഗ്ധ്യം, യോഗ്യത, സ്ഥിരത, രാഷ്ട്രീയ നിഷ്പക്ഷത. ഓട് വൺ ഔട്ട് എന്ന രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് ഇത് ചോദിക്കാം എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ സർക്കാർ സർവീസുകളെ പ്രധാനമായിട്ടും എത്ര ആയിട്ട് തരംതിരിക്കുന്നുണ്ട്? പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തരംതിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ സിവിൽ സർവീസിനെ എത്ര ആയിട്ട് തരംതിരിക്കുന്നുണ്ട്? 3 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ 3 തലങ്ങൾ ഏതൊക്കെയായിരിക്കും? അതിൽ ഒന്നാമത്തേതാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തേത് പറയുന്നതാണ് കേന്ദ്ര സർവീസ്. മൂന്നാമത്തേത് സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ 3 ആയിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിനെ തരംതിരിക്കുന്നുണ്ട്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അതിനകത്ത് പലരും സംശയം പറഞ്ഞ ഒരു ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ്? പ്രധാനമായിട്ട് 3 തരത്തിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ് അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അത് ഏതൊക്കെയാണ്? IAS, IPS, IFS എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അഖിലേന്ത്യാ സർവീസിന്റെ ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ IAS, IPS, IFS ആണ്. അപ്പൊ അതിൽ നമുക്കറിയാം IAS എന്ന് പറഞ്ഞ അതിന്റെ പൂർണ്ണ രൂപം എന്തായിരിക്കും? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IPSന്റെ പൂർണ്ണ രൂപം എന്താണ്? ഇന്ത്യൻ പോലീസ് സർവീസ്. ഇനി IFSന്റെ എന്തായിരിക്കും? ഇവിടെ IFS എന്നുകൊണ്ട് സൂചിക്കുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അഖിലേന്ത്യാ സർവീസിനകത്ത് വരുന്ന IFS എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം. പലരും തെറ്റിക്കുന്നതാണ്. ഇവിടെ IFS എന്ന് പറയുന്ന ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾ ഉണ്ട്. ഏതൊക്കെയായിരിക്കും? അതിൽ വരുന്ന ഒന്നാമത്തെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 312. എന്തിനെ പറ്റിയായിരിക്കും പരാമർശിക്കുന്നത്? 312 ആണ് അഖിലേന്ത്യാ സർവീസിനെ പറ്റി പരാമർശിക്കുന്നത്. അപ്പം അഖിലേന്ത്യാ സർവീസിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരം 312 എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ
അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ആർട്ടിക്കിൾ 315 എന്തിനെ പറ്റിയായിരിക്കും പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 315 ആണ് UPSC പറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ വരുന്ന സ്റ്റേറ്റ് സർവീസിനെയും പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. അപ്പം ആർട്ടിക്കിൾ 315 എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ UPSC പറ്റിയും സംസ്ഥാന PSC പറ്റി വരുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഉത്തരം ഏത് തന്നെയാണ്? 315. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ആർട്ടിക്കിൾ 320 എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു? 320 ആണ് PSCയുടെയും അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ പറ്റി അല്ലെങ്കിൽ ഫംഗ്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഏത്? 320. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടിക്കിൾ 320 എന്ന കാര്യം ഓർത്തിരിക്കും. അപ്പം 312 അഖിലേന്ത്യാ സർവീസ്, 315 UPSC സ്റ്റേറ്റ് PSC പറ്റി പറയുന്നു, 320 PSCയുടെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ UPSC നിലവിൽ വരുന്ന ഏത് വർഷമായിരിക്കും? UPSC രൂപീകൃതമാകുന്ന വർഷമാണ് 1926. UPSC വരുന്ന ഏത് വർഷമാണ്? 1926. അപ്പൊ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന PSC വരുന്ന വർഷമോ? കേരള PSC വരുന്ന വർഷം എന്ന് ചോദിച്ചാൽ 1956 ആണ്. ഏത് വർഷമാണ്? 1956 ആണ്. എന്നാൽ കേരള PSCക്ക് മുമ്പ് മറ്റു പല സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ്? ആദ്യം വരുന്നത് തിരുവിതാംകൂർ PSC ആണ്. വർഷം 1936. തിരുവിതാംകൂർ PSC നിലവിൽ വരുന്നത് 1936. അതിനുശേഷം തിരുവിതാംകൂർ PSC ആണ് ട്രാവൻകൂർ PSC എന്ന് പേര് മാറുന്നു 1949. അതിനുശേഷമാണ് കേരള PSC നിലവിൽ വരുന്നു. ഏത് വർഷം? 1956. തെറ്റിക്കരുത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ UPSC 1926 നിലവിൽ വന്നല്ലോ. UPSCയുടെ ആദ്യ അധ്യക്ഷനാരായിരിക്കും? UPSCയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് റോസ് ബാർക്കർ എന്ന കാര്യം ഓർത്തിരിക്കുക. UPSCയുടെ ആദ്യ ചെയർമാനാണ് റോസ് ബാർക്കർ. അങ്ങനെയാണെങ്കിൽ കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരിക്കും? അത് VK വേലായുധൻ. ആരാണ്? VK വേലായുധൻ കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ ചെയർമാനോ? അത് GD നോക്സ് എന്ന കാര്യം ഓർത്തിരിക്കുക. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാനാണ് GD നോക്സ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ആർട്ടിക്കിൾ 323A എന്തിനെ പറ്റി പരാമർശിക്കുന്നു? ആർട്ടിക്കിൾ 323A എന്തിനെ പറ്റി പരാമർശിക്കുന്നു? എന്തിനെ പറ്റിയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പരാമർശിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ രൂപീകരിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് 323A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അങ്ങനെയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വരുന്നതിന് കാരണമായ ഭേദഗതി ഏതായിരിക്കും? അതിന് കാരണമായ ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന് ഓർത്തിരിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതി 42ാം ഭേദഗതി. അങ്ങനെയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്ന ഏത് വർഷമായിരിക്കും? അത് 1985. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വരുന്ന വർഷം 1985 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് പോകാം, മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാരായിരിക്കും? കേരളത്തിലെ ആദ്യ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാണ് EMS. കേരളത്തിലെ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? EMS. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇതുവരെ എത്ര അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി വന്നിട്ടുണ്ട്? കേരളത്തിൽ ഇതുവരെ 4 അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി വരുന്നുണ്ട്. കേരളത്തിൽ 4 അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി വരുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും? അത് MK വെല്ലോടി എന്ന് ഓർത്തിരിക്കാറാണ്. MK വെല്ലോടി. ഇനി മൂന്നാമത്തെ കേരളത്തിലെ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാരായിരിക്കും? അത് EK നയനാർ എന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ EK നയനാർ. അങ്ങനെയാണെങ്കിൽ നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനോ? നാലാമത്തെ അധ്യക്ഷനായിരുന്നു VS അച്യുതാനന്ദൻ. കേരളത്തിൽ നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായ വ്യക്തിയാണ് ആര്? VS അച്യുതാനന്ദൻ എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണ് ദേശീയ തലത്തിൽ ഇതുവരെ എത്ര ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു കാണും? ദേശീയ തലത്തിൽ ഇതുവരെ 2 ഭരണപരിഷ്കാര കമ്മീഷനാണ് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ 2 ഭരണപരിഷ്കാര കമ്മീഷൻ ഇതുവരെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദേശീയ തലത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാരായിരിക്കും? അത് മൊറാർജി ദേശായി. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് മൊറാർജി. 1966 മൊറാർജി അധ്യക്ഷനായിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്.
ഇനി അതിനുശേഷം ഇന്ത്യയിൽ രണ്ടാമത്തെ ഭരണപരിഷ്കാര കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് 2005 രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത വർഷം ഏതാണ്? 2005. അങ്ങനെയാണെങ്കിൽ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാരായിരിക്കും? അത് വീരപ്പ മൊയ്ലി. ഇന്ത്യയിൽ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്? വീരപ്പ മൊയ്ലി എന്ന് ഓർത്തിരിക്കും. ഇനി ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് പോൾ എച്ച് ആപ്പിൽബി കമ്മിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പോൾ എച്ച് ആപ്പിൽബി കമ്മിറ്റിയെ നിയമിക്കുന്നത് ഏത് പ്രധാനമന്ത്രിയായിരിക്കും? അത് ജവഹർലാൽ നെഹ്റു എന്ന് ഓർത്തിരിക്കുക. പോൾ എച്ച് ആപ്പിൽബി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു എന്ന് ഓർത്തിരിക്കുക. എന്നാൽ തെറ്റിക്കരുത്, ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം മൊറാർജി ദേശായി എന്നുള്ളതാണ് ഉത്തരം വരേണ്ടത്. നെഹ്റു നിയമിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാരെന്ന് ചോദിച്ചാലാണ് പോൾ എച്ച് ആപ്പിൽബി കമ്മിറ്റി എന്ന് ഉത്തരം പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ പോൾ എച്ച് ആപ്പിൽബിയെ പറ്റി ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയിൽ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? പോൾ എച്ച് ആപ്പിൽബി എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് പോൾ എച്ച് ആപ്പിൽബി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പൊതുഭരണത്തിന്റെ പിതാവ് എന്ന് മാത്രമാണ് ചോദിക്കുന്നെങ്കിലോ അതിന്റെ ഉത്തരമാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള വുഡ്രോ വിൽസൺ എന്ന കാര്യം ഓർത്തിരിക്കുക. പൊതുഭരണത്തിന്റെ പിതാവ് എന്നാണ് ചോദിച്ചാൽ അത് വുഡ്രോ വിൽസണും, ഇന്ത്യൻ പൊതുഭരണത്തിന്റെ പിതാവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് പോൾ എച്ച് ആപ്പിൽബി എന്ന കാര്യം ഓർത്തിരിക്കുക. പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടേം വരുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 98 ഡിസംബർ 11. കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 98 ഡിസംബർ 11. അങ്ങനെയാണെങ്കിൽ കേരള വിവരാവകാശ കമ്മീഷൻ വന്നതോ? കേരള വിവരാവകാശ കമ്മീഷൻ വരുന്നത് 2005 ഡിസംബർ 19. 2005 ഡിസംബർ 19. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് വനിതാ കമ്മീഷൻ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ്? അത് 96 മാർച്ച് 14. 96 മാർച്ച് 14. ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ അതേ രീതിയിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ വരുന്ന ഒരു കമ്മീഷനാണ് കേരള ബാലാവകാശ കമ്മീഷൻ. ഏത് വർഷമായിരിക്കും രൂപീകരിക്കുന്നത്? കേരള ബാലാവകാശ കമ്മീഷൻ വരുന്നത് 2013. കേരള ബാലാവകാശ കമ്മീഷൻ 2013. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കേരള ലോകായുക്ത എന്ന് പറയുന്നത്. കേരള ലോകായുക്ത നിലവിൽ വരുന്ന ഏത് വർഷമായിരിക്കും? അത് 1998. ഏത് വർഷമാണ്? 1998. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള ലോകായുക്ത ആക്ട് വന്നത് എന്നാണ് ചോദിച്ചാലോ അതിന്റെ ഉത്തരം 1999. കേരള ലോകായുക്ത ആക്ട് വന്ന വർഷം എന്നാണ് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 99 എന്ന് പറയണം. എന്നാൽ കേരള ലോകായുക്ത കേരളത്തിൽ രൂപീകൃതമായത് ഏത് വർഷമാണ്? അത് 1998 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ ഡേറ്റുകൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയേക്കുക. കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്മീഷനുകൾ വന്ന ഡേറ്റുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി അങ്ങനെയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എത്ര പേര് ചേരുന്ന ഒരു സമിതി ആയിരിക്കും? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനകത്ത് ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും അടങ്ങുന്ന ഒരു കമ്മീഷനാണ്. അപ്പം ആകെ എത്ര പേര് വരും? അതിൻ്റെ അകത്ത് അധ്യക്ഷൻ ഉൾപ്പെടെ 3 പേര് വരുന്ന കമ്മീഷനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. പലരും കഴിഞ്ഞ വീഡിയോയുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്തായിരുന്നു അധ്യക്ഷനെയും അംഗങ്ങളുടെയും എണ്ണവുമായി ബന്ധപ്പെട്ടുള്ള സംശയം. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഈ പറയുന്ന ചോദ്യം എങ്ങനെ വരുന്നു എന്ന് ശ്രദ്ധിക്കുക. അപ്പം ചോദ്യം വരുന്ന സമയത്ത് അധ്യക്ഷൻ ഉൾപ്പെടെ എത്ര പേരെന്നാണ് ചോദിച്ചാൽ അധ്യക്ഷനെ ചേർത്തുള്ള അംഗങ്ങളുടെ എണ്ണം പറയണം. ഇനി അധ്യക്ഷനെ ചേർക്കാതെ ചോദിക്കുകയാണ് എത്ര അംഗങ്ങളുണ്ട് എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അധ്യക്ഷനെ ചേർക്കാതെ വേണം ഉത്തരം നൽകേണ്ടത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേണം. അപ്പൊ അധ്യക്ഷൻ ഉൾപ്പെടെ കേരള മനുഷ്യാവകാശ കമ്മീഷനകത്ത് എത്ര പേരുണ്ട്? ആകെ 3 പേരുണ്ടെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകാൻ യോഗ്യത എന്തായിരിക്കും? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകണമെങ്കിൽ ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ആ പദവിയിൽ വരാം, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിന് ആ പദവിയിൽ വരാം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകണമെങ്കിൽ യോഗ്യത ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് ആയിട്ടുള്ള വ്യക്തിക്ക് ആ പദവിയിൽ വരാമെന്ന് ഓർത്തിരിക്കുക.
അപ്പൊ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിൽ വരുന്ന വിവരാവകാശ കമ്മീഷനകത്ത് എത്ര പേര് കാണും? സംസ്ഥാന വിവരാവകാശ കമ്മീഷനകത്ത് നിലവിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അധ്യക്ഷനുൾപ്പെടെ 6 എന്ന കാര്യം ഓർത്തിരിക്കുക. എത്രയാണ്? അധ്യക്ഷനുൾപ്പെടെ 6 എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനകത്ത് പരമാവധി എത്ര പേർക്ക് വരാം എന്നാണ് ചോദിച്ചാലോ, അതിന്റെ ഉത്തരം അധ്യക്ഷനുൾപ്പെടെ 11 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. അധ്യക്ഷനുൾപ്പെടെ നിലവിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം 6. എന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനകത്ത് അധ്യക്ഷനുൾപ്പെടെ പരമാവധി എത്ര പേർക്ക് വരാം എന്ന് ചോദിച്ചാൽ ഉത്തരം 11 എന്ന കാര്യം ഓർത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷനകത്ത് എത്ര പേരുണ്ടായിരിക്കും? സംസ്ഥാന വനിതാ കമ്മീഷനകത്ത് ഒരു അധ്യക്ഷയും 4 അംഗങ്ങളും, ആകെ 5 പേരാണ് ഉണ്ടായിരിക്കേണ്ടത്. അധ്യക്ഷ ഉൾപ്പെടെ ആകെ 5 പേരാണ് സംസ്ഥാന വനിതാ കമ്മീഷനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനകത്തോ, ബാലാവകാശ കമ്മീഷനകത്ത് ഒരു അധ്യക്ഷനും 6 അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഒരു അധ്യക്ഷനും 6 അംഗങ്ങളും ചേരുന്നതാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനെങ്കിൽ സംസ്ഥാന തലത്തിൽ വരുന്ന SC/ST കമ്മീഷനകത്തോ അധ്യക്ഷനുൾപ്പെടെ 3 പേര് ഉണ്ടായിരിക്കണം. സംസ്ഥാനത്തെ SC/ST കമ്മീഷനകത്ത് ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ലോകായുക്തയ്ക്കകത്തോ, സംസ്ഥാന ലോകായുക്തയ്ക്കകത്ത് ഒരു അധ്യക്ഷനും 2 അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ട. ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന ലോകായുക്ത പദവിയിൽ വരണമെങ്കിൽ യോഗ്യത എന്തായിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാന ലോകായുക്തയുടെ അധ്യക്ഷനാകാനുള്ള യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജിനോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ലോകായുക്തയുടെ അധ്യക്ഷനാകണമെങ്കിൽ യോഗ്യത ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടേ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എത്ര ആയിരിക്കും? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധിയാണ് 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സോ എന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എത്ര നാളാണ്? 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സോ. അങ്ങനെയാണെങ്കിൽ വിവരാവകാശ കമ്മീഷന്റെ കാലാവധിയോ അത് 3 വർഷം എന്ന് ഓർത്തിരിക്കുക. എത്ര വർഷമാണ്? 3 വർഷം. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി എത്ര വർഷമായിരിക്കും? അത് 5 വർഷം. തെറ്റിക്കരുത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയുടെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം എന്ന് ഓർത്തിരിക്കുക. ഇനി സംസ്ഥാന തലത്തിൽ വരുന്ന SC/ST കമ്മീഷന്റെ കാലാവധിയോ അത് 3 വർഷം എന്ന് ഓർത്തിരിക്കുക. SC/ST കമ്മീഷന്റെ കാലാവധി 3 വർഷം. ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ കാലാവധിയോ? ഇനി അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവിയിൽ വരുന്ന ആളുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ എന്നാണ് പറയുന്നത്. 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആരുടെ കാലാവധിയാണ്? അധ്യക്ഷന്റെ കാലാവധി. എന്നാൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ അംഗങ്ങളുടെ കാലാവധിയോ അത് 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സെന്നാണ് പറയുന്നത്. എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചേക്കണം. ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കുക, സംസ്ഥാന തലത്തിൽ വരുന്ന ലോകായുക്തയുടെ കാലാവധിയോ, ലോകായുക്തയുടെ അധ്യക്ഷന്റെ അംഗങ്ങളുടെയും കാലാവധി എത്ര എന്ന് ചോദിച്ചാൽ 5 വർഷം എന്ന് ഓർത്തിരിക്കുക. ലോകായുക്തയുടെ അധ്യക്ഷനെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 5 വർഷം എന്ന് ഓർത്തിരിക്കും. ഇനി ഈ പറയുന്ന കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സംസ്ഥാന ഗവർണർ. സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ അംഗങ്ങളെ നിയമിക്കുന്നത്. വിവരാവകാശ കമ്മീഷനോ അതും നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണെന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ സംസ്ഥാന ലോകായുക്തയുടെ അധ്യക്ഷ അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? അതും സംസ്ഥാന ഗവർണറാണെന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന ഗവർണറാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന 1-2 കമ്മീഷൻ ഉണ്ടല്ലോ. വനിതാ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ SC/ST കമ്മീഷൻ ആയിക്കോട്ടെ, അവരെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന സർക്കാർ എന്ന കാര്യം ഓർത്തിരിക്കുക. വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ പോലുള്ള കമ്മീഷനുകളെ നിയമിക്കുന്നത് ആരാണ്? അത് സംസ്ഥാന സർക്കാരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവരെ മാറ്റുന്ന കാര്യത്തിലുള്ള വ്യവസ്ഥ എങ്ങനെയായിരിക്കും? കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ മാറ്റാനുള്ള അധികാരം ആർക്കായിരിക്കും? അത് ഇന്ത്യൻ പ്രസിഡന്റിനാണെന്ന് ഓർത്തിരിക്കുക. തെറ്റിക്കരുത്. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ അംഗങ്ങളെയും സംസ്ഥാന തലത്തിൽ നിയമിക്കുന്നത് ഗവർണറും മാറ്റാനുള്ള അധികാരം ആർക്കാണ്? അത് ഇന്ത്യൻ പ്രസിഡന്റിനാണെന്ന് ഓർത്തിരിക്കുക. എന്നാൽ വിവരാവകാശ കമ്മീഷൻ കാര്യത്തിൽ ഓർത്തിരിക്കുക, വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷങ്ങളെയും നിയമിക്കുന്നതും മാറ്റുന്നതും ആര് തന്നെയാണ്?
സംസ്ഥാന ഗവർണർ ആണെന്ന് ഓർത്തിരിക്കുക. സംസ്ഥാന ഗവർണർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കുക, സംസ്ഥാന ലോകായുക്തയെ നിയമിക്കുന്ന ആരാണ്? അത് സംസ്ഥാനത്തെ ഗവർണറാണ്. എന്നാൽ ലോകായുക്തയുടെ അധ്യക്ഷങ്ങളെ മാറ്റാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണെന്നും ഓർത്തിരിക്കാർക്കാണ്. സംസ്ഥാന നിയമസഭയ്ക്കാണ് അവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം എന്ന് ഓർത്തിരിക്കുക. ഇനി ബാക്കി വരുന്ന വനിതാ കമ്മീഷൻ ആയിക്കൊള്ളട്ടെ, ബാലാവകാശ കമ്മീഷൻ ആയിക്കൊള്ളട്ടെ, അവരെ നിയമിക്കുന്നതും മാറ്റുന്നതും ആര് തന്നെയാണ്? അത് ഗവൺമെന്റ് തന്നെ എന്ന കാര്യം ഓർത്തിരിക്കുക. സംസ്ഥാന സർക്കാർ തന്നെ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ കമ്മീഷൻ, ഈ മനുഷ്യാവകാശ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് നൽകേണ്ട ആർക്കായിരിക്കും? അത് സംശയം ഒന്നും വേണ്ട, സംസ്ഥാന ഗവൺമെന്റിനാണ് അവര് റിപ്പോർട്ട് നൽകേണ്ട. സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഒക്കെ അവരുടെ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിന് എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രധാനമായിട്ടും ഭരണഘടനാ പദവിയിൽ വരുന്ന കമ്മീഷനുകളാണ് അവരുടെ റിപ്പോർട്ട് ഗവർണർക്കോ രാഷ്ട്രപതിക്കോ സമർപ്പിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സ്റ്റാറ്റ്യൂട്ടറി പദവിയിലൊക്കെ വരുന്ന കമ്മീഷനുകൾ മിക്കവാറും എല്ലാം തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക്, ദേശീയ തലത്തിലാണെങ്കിൽ ദേശീയ ഗവൺമെന്റുകൾക്കാണ് റിപ്പോർട്ട് നൽകുന്നത് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ഇനി ഇങ്ങനെ വരുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാരായിരിക്കും? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷനാണ് ജസ്റ്റിസ് എം പരീത് പിള്ള. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ആര്? ജസ്റ്റിസ് എം പരീത് പിള്ള. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷനോ? അത് പാലാട്ട് മോഹൻദാസ്. ആരാണ്? പാലാട്ട് മോഹൻദാസ്. അങ്ങനെയാണെങ്കിൽ കേരള വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷയോ? അത് സുഗതകുമാരി. ആരാണ്? അത് സുഗതകുമാരി. ഇനി അവിടെ സുഗതകുമാരിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ്, കേരളത്തിൽ വനിതാ കമ്മീഷണറായിട്ട് 2 പ്രാവശ്യം സേവനം അനുഷ്ഠിച്ച വ്യക്തി. ആരായിരിക്കും? അത് ഡി ശ്രീദേവി എന്ന് ഓർത്തിരിക്കുക. കേരള വനിതാ കമ്മീഷണറായിട്ട് 2 പ്രാവശ്യം സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് ഡി ശ്രീദേവി എന്ന് ഓർത്തിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ബാലാവകാശ കമ്മീഷനായ ആദ്യത്തെ വ്യക്തി ആരായിരിക്കും? അത് നീല ഗംഗാധരൻ. കേരള ബാലാവകാശ കമ്മീഷനാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് നീല ഗംഗാധരൻ. അങ്ങനെയാണെങ്കിൽ കേരള ലോകായുക്തയായ ആദ്യ വ്യക്തി ആരായിരിക്കും? അത് PC ബാലകൃഷ്ണ മേനോൻ. കേരള ലോകായുക്തയായ ആദ്യ വ്യക്തിയാണ് ആര്? PC ബാലകൃഷ്ണ മേനോൻ. അങ്ങനെയാണെങ്കിൽ ലോകായുക്ത നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതായിരിക്കും? ലോകായുക്ത നിലവിൽ വന്ന് രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് ഓർത്തിരിക്കുക. 1972 മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ട് ലോകായുക്ത നിലവിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകായുക്ത നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമോ? അത് ഒറീസ എന്ന് ഓർത്തിരിക്കുക. വർഷം 1970 ഒറീസയിൽ ലോകായുക്ത നിയമം പാസ്സാക്കുന്നു. പക്ഷെ ലോകായുക്ത എന്നുള്ള സ്ഥാപനം രൂപീകരിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര 1972 എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ലോകായുക്ത സംവിധാനമുള്ള സംസ്ഥാനം ഏതാണ്? അത് കർണാടക എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ലോകായുക്ത സംവിധാനമുള്ള സംസ്ഥാനമാണ് കർണാടക. അങ്ങനെയാണെങ്കിൽ ലോകായുക്തയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ് ലെവൽ വരുന്ന ആന്റി കറപ്ഷൻ ഏജൻസി, സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അഴിമതികൾ അന്വേഷിക്കുന്ന സംഘടന അല്ലെങ്കിൽ സംവിധാനമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെവൽ ആന്റി കറപ്ഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ ലോകായുക്തയും, നാഷണൽ ലെവൽ ആന്റി കറപ്ഷൻ ഏജൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? അത് ലോക്പാൽ എന്ന കാര്യം ഓർത്തിരിക്കുക. കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള അഴിമതികൾ അന്വേഷിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോക്പാലും ലോകായുക്തയും രൂപീകരിക്കണം എന്ന് സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ അല്ലെങ്കിൽ സമിതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? അതിന്റെ ഉത്തരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ, അതായത് മൊറാർജി ദേശായി അധ്യക്ഷനായിട്ട് വരുന്ന ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷനാണ് ഇന്ത്യയിൽ ലോക്പാലും ലോകായുക്തയും രൂപീകരിക്കണം എന്ന് സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്ത എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ലോക്പാലിനും ലോകായുക്തയ്ക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ എന്ന് ചോദിച്ചാൽ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാം ദേശീയ ഭരണപരിഷ്കാര കമ്മീഷന്റെ റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട്. ഏതായിരിക്കും? അത് വിവരാവകാശ കമ്മീഷൻ. അതായത് ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും മികച്ച ഭരണ സംവിധാനം വരുന്നതിന് വേണ്ടി വിവരാവകാശ നിയമം അനിവാര്യമാണെന്ന് ശുപാർശ ചെയ്തത് ഏത് സമിതി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് വീരപ്പ മൊയ്ലി അധ്യക്ഷനായിട്ട് വരുന്ന രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക.
ഓർത്തിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു റിവിഷൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിവിഷൻ ക്ലാസ് കൂടി ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി.